ഒരൊറ്റ ബംഗ്ലാദേശി പോലും ഭാരത മണ്ണിൽ ഇനി തുടരാൻ അനുവദിക്കില്ല. വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ അവരെ തുരത്തി ഓടിക്കും. കടുത്ത ഭാഷയിൽ അന്ത്യശാസനം നൽകിയപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അവർ ഭരണത്തിലിരുന്ന കാലത്താണ്. അവരുടെ ഭരണകാലത്ത് ആസാമിൽ മാത്രമായി തന്നെ നിരവധി നുഴഞ്ഞുകയറ്റക്കാർ അവിടേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇനി അവരെ സുഖവാസത്തിൽ വിടില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ നൽകിയിരിക്കുന്നത്. BJP സർക്കാർ അത് ഉറപ്പുവരുത്തുമെന്നും ആദ്യ ഭരണകാലത്ത് BJP സർക്കാർ ആകട്ടെ ആസാമിലേക്കുള്ള വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞുവെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നുഴഞ്ഞുകയറ്റക്കാർ കയ്യേറിയ ഭൂമി ഒഴിപ്പിച്ചതായും തന്നെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് പ്രവേശിച്ച എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും ഇവിടെ നിന്നും പുറത്താക്കും. സംസ്ഥാന അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ പാർട്ടിയുടെ പ്രവർത്തനം തുടരുമെന്നും 3ാം തവണയും BJP സർക്കാർ രൂപീകരിക്കണം, അതിന് തുടർഭരണം ഉറപ്പിക്കുമെന്നും അദ്ദേഹം ആസാമിലെ ജനങ്ങളോടായി തന്നെ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഇന്നും ആസാമിന്റെ മണ്ണിൽ നിന്നും ഭൂരിഭാഗം നുഴഞ്ഞുകയറ്റക്കാരെ ആദ്യ BJP ഭരണകാലത്ത് തന്നെ നീക്കം ചെയ്യാൻ സാധിച്ചെങ്കിൽ പോലും കോൺഗ്രസ് ഇപ്പോഴും അധികാരം അവിടെ പിടിക്കാൻ വോട്ടർ പട്ടികയിലേക്ക് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ അവിടെ തിരികെ കയറ്റുന്നത് ഒരു വലിയ രീതിയിൽ ഒരു കാഴ്ചയായി മാറുന്നു. അത്തരത്തിൽ ആരോപണങ്ങളായി തന്നെ പുറത്തു വരുന്നു. സമീപകാലങ്ങളിലായി തന്നെ അവിടെ പുറപ്പെടുവിച്ച SAR വോട്ടർ പട്ടിക പരിഷ്കരണമാകട്ടെ അതിലൂടെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തുവാനും പുറത്താക്കുവാനും സാധിച്ചിട്ടുണ്ട്. 6839 കോടി രൂപ ചിലവിൽ ആസാമിലെ നാഥൻപൂർ ഗ്രാമത്തിൽ അവിടെ വലിയ രീതിയിൽ ഒരു പ്രോഗ്രാം ആരംഭിക്കുകയും ചെയ്തു. പരിപാടിയിലൂടെ തന്നെ ബറാക് താഴ്വരയിൽ എല്ലാ ഗ്രാമങ്ങളിലും ആസാമിലെ അതിർത്തി ജില്ലകളും ഇന്ത്യയിൽ ഉടനീളമുള്ള മറ്റ് ഗ്രാമങ്ങളിലെ പോലെ തന്നെ സമാനമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള മുൻകൈ എടുത്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വികസനം, തൊഴിൽ, വൈദ്യുതി ബന്ധം, വിദ്യാഭ്യാസം എന്നിവയിൽ പിന്നോക്കം നിൽക്കുന്നതിനാൽ തന്നെ അതിർത്തി ഗ്രാമങ്ങളെ രാജ്യത്തിന്റെ അവസാന ഗ്രാമം എന്ന് വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നതായും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതേപോലെ തന്നെ വൈബ്രന്റ് വില്ലേജസ് 1 പ്രകാരം അതിർത്തിയിലുള്ള ഓരോ ഗ്രാമവും അവിടെ അവസാനത്തെയല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായും അമിത്ഷാ പറഞ്ഞു. ഇന്നു മുതൽ ആസാമിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ ഗ്രാമമായി തന്നെ മാറും. ഈ ഗ്രാമം വികസനത്തിൽ മാത്രമല്ല, തൊഴിൽ, വിദ്യാഭ്യാസം, റോഡുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലും ഒന്നാമതാകും. ഇതിൽ 9 ജില്ലകളും 26 ബ്ലോക്കുകളും ആസാമിലെ 140 ഗ്രാമങ്ങളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റേതൊരു ഗ്രാമത്തിലും ലഭ്യമാകുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആസാമിലെ ഈ 140 ഗ്രാമങ്ങളിലും നൽകുമെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ലഡാക്ക്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരത്തിൽ പരിപാടികൾ ഉൾപ്പെടുത്തും. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള 334 ബ്ലോക്കുകളിലായി തന്നെ ഏകദേശം 2000 ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഏകദേശം 7000 കോടി രൂപയുടെ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. സുരക്ഷാ ക്ഷേമ പദ്ധതി, സാച്ചുറേഷൻ, കണക്ടിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും. ഓരോ അതിർത്തി ഗ്രാമവും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങളുടേത് തന്നെ തുല്യമായ വികസിപ്പിക്കുന്ന, അതായത് ഇത്തരത്തിൽ വികസനങ്ങൾ ഉണ്ടാകുന്നു എന്നത് സർക്കാർ ഉറപ്പാക്കുമെന്ന പ്രതിജ്ഞാബദ്ധതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഉണ്ടാകില്ല എന്നും അതിർത്തികളിലൂടെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറാൻ പ്രവേശിക്കുന്നവരെ അവരെ അവിടെ നിന്ന് തന്നെ തടയുമെന്നും സുരക്ഷിതമായ ഒരു ഇന്ത്യ അവിടെ കെട്ടിപ്പടുക്കും എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ അമിത്ഷാ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.